ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടെന്ന് സോളാർ കമ്മീഷന്റെ തീരുമാനം. അന്തിമ റിപ്പോർട്ട് ഏപ്രിൽ 27-നകം നൽകും. അടുത്തയാഴ്ച ഹാജരാകാൻ സരിതയ്ക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. സരിതയെ വിസ്തരിക്കാൻ ബിജു രാധാകൃഷ്ണന് അനുമതി കൊടുത്തു. സരിതയുടെ കത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടമായെന്നും കമ്മീഷൻ വിലയിരുത്തി. റിപ്പോർട്ട് സമർപ്പിക്കാൻ മാസങ്ങൾ അവശേഷിക്കെയാണ് ശക്തമായ നടപടികളുമായി സോളാർ കമ്മീഷൻ മുന്നോട്ടു പോകുന്നത്. അന്തിമ റിപ്പോർട്ടിന് 2.5 മാസം മാത്രം ബാക്കി നിൽക്കെ ഇടക്കാല റിപ്പോർട്ട് ഉണ്ടാകില്ല. ഏപ്രിൽ 27-ന് മുൻപ് അന്തിമ റിപ്പോർട്ട് നൽകും. വിസ്താരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാക്ഷികളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ നിർദ്ദേശം നൽകും. സാക്ഷികളുടെ ഹാജർ സർക്കാർ ഉറപ്പുവരുത്തണം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിസ്താരം ഈ മാസം 25-ന് തന്നെ നടക്കും. സരിതേഷ് നായരെ ക്രോസ് വിസ്താരം നടത്താൻ ബിജു രാധാകൃഷ്ണനെ കമ്മീഷൻ അനുവദിച്ചു. 27, 28 തീയതികളിലാണ് സരിത ഹാജരാവുക. 28-ന് ബിജുവിനെയും ജയിലിൽ നിന്നെത്തിക്കും. മാധ്യമങ്ങളിലൂടെ സരിത പുറത്തുവിട്ട വിവാദ കത്ത് ഹാജരാക്കാനും കമ്മീഷൻ ഉത്തരവിട്ടു. കത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടമായതായും കമ്മീഷൻ നിരീക്ഷിച്ചു. 23-ന് മുഖ്യമന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ടെനി ജോപ്പനെ കമ്മീഷൻ വിസ്തരിക്കും. റിപ്പോർട്ടർ, കൊച്ചി.